നീ സ്വലാത്ത് ചെല്ലുന്നതിന്റെ ബറക്കത്ത് കൊണ്ട് നിന്റെ ഉപ്പക്ക് ഇവിടെ വെച്ച് തന്നെ ആ പന്നിയുടെ രൂപം മാറ്റി മനുഷ്യന്റെ മുഖം ഞാൻ കൊടുക്കാൻ പോവുകയാണ്. അല്ലാഹുവിനോട് ഞാൻ പറയാം. അൽഹംദുലില്ലാഹ്, നമ്മുടെ മിനിസ്റ്റർ അവറുകള്, ബഹുമാനപ്പെട്ട കേളു സാർ അവറുകൾ, നമ്മുടെ നാട്ടുകാരൻ, അദ്ദേഹം നമ്മുടെ സദസ്സിലേക്ക് വരികയാണ്. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. എന്നോട് ചെയ്യണ്ടേ? അതെ, നമ്മുടെ മിനിസ്റ്റർ നമ്മുടെ വേദിയിലേക്ക് നടന്നു വരികയാണ്. നമുക്ക് എല്ലാവർക്കും കൂടി നമ്മുടെ നാട്ടുകാരൻ കൂടിയായ മിനിസ്റ്ററെ വെൽക്കം ചെയ്യാം. ഈ നാടിനു വേണ്ടി പ്രത്യേകം അദ്ദേഹം ഏറ്റെടുത്ത ആ വകുപ്പിനു വേണ്ടി തുല്യതയില്ലാത്ത പ്രവർത്തനങ്ങൾ നേടി ഇനിയും അടുത്ത ടൈമിലും മിനിസ്റ്റർ ആകാനുള്ള ഒരു അവസരം ദൈവം തമ്പുരാൻ നമ്മുടെ മിനിസ്റ്റർക്ക് നൽകുമാറാവട്ടെ എന്ന് ഈ അതിമഹത്തായ വേദിയിൽ വെച്ച് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. സർ, യു ആർ വെൽക്കം സർ. വേഗം പോകാനുള്ള അപ്പൊ ഞാൻ അവസാനിപ്പിക്കുകയാണ്. മിനിസ്റ്റർ ഉള്ളതുകൊണ്ട് പിന്നെ മിനിസ്റ്ററും ഞാനും ഒരുമിച്ച് മറ്റു പല വേദികളിലും നേരത്തെ ഉണ്ടായതുകൊണ്ട് ഇനി ഞാൻ പ്രസംഗിച്ച് മിനിസ്റ്ററുടെ സമയവും അതുപോലെ എന്റെ സമയവും വളരെ അത്യാവശ്യമുള്ളതും വിലപ്പെട്ടതുമായതുകൊണ്ട് അത് നഷ്ടപ്പെടുത്തുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ സ്വലാത്തിന്റെ മജ്ലിസിന് വല്ലാത്ത പ്രാധാന്യമുണ്ട്. നമ്മുടെ ഈ പരിപാടിയെ പറ്റി നമ്മൾ മനസ്സിലാക്കി. കഴിഞ്ഞ റബീഉൽ അവ്വൽ മാസം മുതൽ ഈ റബീഉൽ അവ്വൽ മാസം വരെയുള്ള 11 മാസം, ആ 11 മാസം കൊണ്ട് നമ്മുടെ ടാർഗറ്റ് 1500 കോടി സ്വലാത്ത് നമ്മുടെ മുഹിബ്ബീങ്ങൾ അഥവാ ഈ സംവിധാനത്തിൽ അകപ്പെട്ട 5000-ത്തിലധികം നമ്മെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അവര് 1500 കോടി സ്വലാത്ത് ചെല്ലണം എന്നാണ്. 1500 കോടി എന്നൊരു ടാർഗറ്റ് വെക്കാനുള്ള കാരണം ഈ മീലാദ് 1500-ാമത്തെ. എങ്ങനെയാണ് 1500-ാമത്തതായത്? നമുക്ക് സിമ്പിളായ ലോജിക്കിലൂടെ മനസ്സിലാക്കാൻ പറ്റും. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ടോട്ടൽ ജീവിച്ചത് 63 വർഷമാണ്. അതിൽ 53 വർഷവും 53 ഇയേഴ്സും മക്കയിലാ ജീവിച്ചത്. മക്കയിൽ 53 വർഷം ജീവിച്ചതിന് ശേഷമാണ് മദീനയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യുന്നത്, ഹിജ്റ പോകുന്നത്. ആ ഹിജ്റയെ അടിസ്ഥാനപ്പെടുത്തി ഉണ്ടാക്കിയ കലണ്ടറാണ് ഹിജ്റ കലണ്ടർ. ഹിജ്റ കലണ്ടറിലെ ഈ വർഷം 1447 ആണ്. അപ്പൊ മക്കയിൽ ഹിജ്റയുടെ മുമ്പ് 53 വർഷം ജീവിച്ചു എങ്കിൽ ഹിജ്റ പോയതിന് ശേഷം ഇപ്പൊ വർഷം 1447 ആണെങ്കിൽ 1447 പ്ലസ് 53 എന്ന് പറഞ്ഞാൽ 1500 കിട്ടും. 1500-ാമത്തെ ജന്മദിനവുമായി ബന്ധപ്പെട്ട് ലോകത്ത് വിശ്വാസികൾ പലതരം പരിപാടികളും നടത്തുന്നുണ്ട്. ഈ ഉമ്മുൽ ഖുറയുടെ അക്കാഡമിയുടെ നേതൃത്വത്തില് മുന്നോട്ട് വെച്ച ടാർഗറ്റ് 1500 കോടി സ്വലാത്ത് മദീനയിലേക്ക് സമർപ്പിക്കുക എന്നതായിരുന്നു. അൽഹംദുലില്ലാഹ്, ആ ടാർഗറ്റ് പൂർത്തിയാക്കി എന്ന് മാത്രമല്ല, നമ്മുടെ 1500 കോടി എന്നതിന് അപ്പുറം 76,63,625 സ്വലാത്തായിട്ടുണ്ട്. ഈ സ്വലാത്ത് നമ്മളൊരു ടാർഗറ്റായി വെച്ചപ്പോ അന്ന് ഈ ഉമ്മുൽ ഖുറ അക്കാഡമിയുടെ അതോറിറ്റി ഒരു ഓഫറും കൂടി, അല്ലെങ്കിൽ ഒരു സമ്മാനവും കൂടി പ്രഖ്യാപിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലി സമർപ്പിക്കുന്ന ആൾക്ക്, ആ വ്യക്തിക്ക്, അതാണോ പെണ്ണോ കുട്ടിയാണോ മുതിർന്നവരാണോ എന്നൊന്നും വ്യത്യാസമില്ല, ആരാണോ 1ാം സ്ഥാനത്ത് എത്തുന്നത് അവർക്ക് സൗജന്യമായ ഹജ്ജിനുള്ള അവസരം, അതിന്റെ ചെലവ് മുഴുവൻ എടുത്തുകൊണ്ട് നിർവഹിക്കും എന്ന്. എനിക്കിപ്പോ ഇവിടെ വരുന്നത് വരെ എന്നെ വിളിച്ചത് ഒരുപക്ഷെ ഹജ്ജ് കമ്മിറ്റിയുടെ വകയില് ആ കൂടുതൽ സ്വലാത്തില്ല ആളെ ഹജ്ജിന് കൊണ്ടുപോകണം എന്നൊക്കെ പറയോ മജീദ് സഖാഫി എന്നുള്ള പേടിയിലായിരുന്നു. പക്ഷെ അതേ സ്വാഗതം പറഞ്ഞപ്പോ പറഞ്ഞു, ഈ ഹജ്ജിന് കൊണ്ടുപോവാ സ്വലാത്ത് എല്ലിയ ആളെ
ഹജ്ജിനുണ്ടാവാൻ വേണ്ടി ഒരു പിരിവും നടത്തുന്നില്ല, ആരോടും ചോദിക്കുന്നില്ല. അപ്പൊ പിന്നെ ഹജ്ജ് കമ്മിറ്റി ഫ്രീ ആയി കൊണ്ടുപോകണമെന്ന് പറയൂല എന്ന് ബോധ്യപ്പെട്ടു. ഇനി പറഞ്ഞാലും ഹജ്ജ് കമ്മിറ്റിയിൽ ചെയർമാനടക്കം ഒരാൾക്കും ഫ്രീ ആയിട്ട് ഹജ്ജിന് പോകാനുള്ള ചാൻസും ഇല്ല. പണ്ട് കേന്ദ്ര ഗവൺമെന്റ് ചില ഓഫറുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും ഇപ്പൊ കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി തന്നെ ഇല്ലാതാക്കിയിട്ടുണ്ട്. ഇനി ഹജ്ജിന് പോകാനുള്ള വിഷയങ്ങളിൽ തന്നെ എന്തൊക്കെ നിയമം വരുന്നത് എന്ന് അറിയൂല. ഏതായാലും നമ്മുടെ നാടിന് ദോഷകരമായ, വിശ്വാസികൾക്ക് ദോഷകരമായ യാതൊരു നിയമങ്ങളും ഉണ്ടാക്കാൻ കേന്ദ്രത്തിനോ സംസ്ഥാനങ്ങൾ ഭരിക്കുന്ന ഗവൺമെന്റുകൾക്കോ ഒന്നും തോന്നാതിരിക്കട്ടെ എന്ന് നമുക്ക് ഈ മജ്ലിസിൽ വെച്ച് ദുആ ചെയ്യാം. നാം പ്രഖ്യാപിക്കാൻ പോവുകയാണ് കേട്ടോ. ബഹുമാനപ്പെട്ട മിനിസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഈ സ്റ്റേജിൽ വെച്ച് നമ്മുടെ ഈ ടാർഗറ്റായ 1500 കോടി സ്വലാത്ത്, ഈ സ്വലാത്തിൽ ഏറ്റവും കൂടുതൽ സ്വലാത്ത് ചൊല്ലി നമ്മുടെ ഓഫറിന് അഥവാ സൗജന്യമായി ഹജ്ജിന് പോകാൻ വേണ്ടി തെരഞ്ഞെടുക്കപ്പെട്ടത് ഒരു സഹോദരിയാണ്. അവരുടെ പേര് ഹാജറ മലപ്പുറം എന്നാണ്. ആ ഹാജറ മലപ്പുറം 6 മാസം മദീനയിൽ വെച്ച് തന്നെ സ്വലാത്ത് ചൊല്ലി അവരുടെ ടാർഗറ്റിന്റെ സിംഹഭാഗവും അവിടെ പൂർത്തിയാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് ഹജ്ജിന് തെരഞ്ഞെടുക്കപ്പെട്ടത് ഹാജറ മലപ്പുറം. ഹാജറ ബീവിയുടെ അതേ വഴി പിന്തുടർന്നുകൊണ്ട്, ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ വഴി പിന്തുടർന്നുകൊണ്ട് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കൂടെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂടാൻ ആ സഹോദരിക്കും നമുക്കും ബന്ധപ്പെട്ട എല്ലാവർക്കും അല്ലാഹു തആല തൗഫീഖ് നൽകുമാറാവട്ടെ എന്ന ദുആയോടുകൂടി എന്റെ ഹൃസ്വമായ ഭാഷണം ഇവിടെ അവസാനിപ്പിക്കുകയാണ്.